അക്കാലഘട്ടത്തിലെ കൂട്ടുകാർക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഇതുപോലെ ലോകം മുഴുവനും ഹൃദയത്തിലേറ്റുവാൻ മാത്രം തിളങ്ങി നിൽക്കുന്ന ഒരു ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കേണ്ടവനായിരുന്നില്ല. പക്ഷേ ആ ചെറുപ്പക്കാരന്റെ കൊച്ചുനാളിലെ ജീവിതം തന്നെ തികച്ചും വ്യത്യസ്തമായിരുന്നു, വേറിട്ടതായിരുന്നു, ശ്രദ്ധേയമായിരുന്നു. 11 വയസ്സിൽ ആ കൂട്ടുകാരൻ SSFൽ വന്നു ചേർന്നിട്ടുണ്ട്. അന്നു മുതൽ ഖാലിദ് നിരന്തരമായി പ്രവർത്തിക്കുകയാണ്, നിരന്തരമായി അധ്വാനിക്കുകയാണ്, രാപ്പകലില്ലാതെ പണിയെടുക്കുകയാണ്. തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് ഏറ്റവും നല്ലൊരു മാധ്യമമായിട്ടാണ് SSFനെ ഖാലിദ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഭൗമലോകത്ത് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതിന്റെ താല്പര്യമെന്തോ ആ താല്പര്യം സംരക്ഷിക്കാൻ എനിക്ക് കിട്ടിയ വേദി പരമാവധി ഉപയോഗപ്പെടുത്തി തീർച്ചയായും എനിക്ക് എന്റെ ലക്ഷ്യം സാക്ഷാത്കരിച്ചു മരിക്കണമെന്ന കൃത്യമായ ഒരു അവബോധമാണ് ഖാലിദിനെ ഈ പ്രസ്ഥാനത്തിലൂടെ ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചു കാണിച്ചത്. 11 വയസ്സിൽ ആരംഭിച്ച ആ കൂട്ടുകാരന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ആദ്യം ഈ ചെറിയ ഗ്രാമത്തിലും പിന്നീട് അങ്ങോട്ട് ഈ ഗ്രാമം വിട്ട് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലും നമ്മുടെ ജില്ലയിലും അതിനപ്പുറത്ത് സ്റ്റേറ്റിലും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിച്ചേരും വിധം വികസിപ്പിച്ചു കൊണ്ടുവരികയായിരുന്നു. പ്രിയപ്പെട്ട ഖാലിദ് ഈ രാജ്യത്ത് ജീവിച്ചു മരണപ്പെട്ടുപോയ 10,000-ങ്ങൾക്കിടയിൽ നിന്ന് വ്യത്യസ്തനായി ജനമനസ്സുകളെ സ്വാധീനിക്കാനുള്ള കാരണം അദ്ദേഹത്തിന്റെ വേറിട്ട സ്വഭാവ രീതികളാണ്. തീർച്ചയായും ഖാലിദ് ചെറുപ്രായത്തിലെ അനാവശ്യമായി സമയം കളയുന്ന ആളായിരുന്നില്ല. തന്റെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടെന്നും എനിക്ക് ഈ ഭൗമലോകത്തിന് നശ്വരമായൊരു കാലഘട്ടം മാത്രമാണ് നിലനിൽക്കുന്നത് എന്നും മരണാനന്തര ലോകത്ത് അവസാനിക്കാത്തൊരു ജീവിതം എനിക്ക് വരാനുണ്ട് എന്നും ആ അവസാനിക്കാത്ത ജീവിതത്തിന് വേണ്ടിയാണ് എന്റെ ഭൗതിക ലോകത്തെ ചെലവഴിക്കേണ്ടത് എന്നും കൃത്യമായി മനസ്സിലാക്കാൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഖാലിദിന് കഴിഞ്ഞിരുന്നു. അതിന് പ്രചോദിതമായ ധാരാളം പണ്ഡിതന്മാർ ഖാലിദിന്റെ ചുറ്റുവട്ടത്ത് അദ്ദേഹത്തെ രൂപപ്പെടുത്തി എടുത്തിരുന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഖാലിദിനെ പോലെയുള്ള ഒരു കൂട്ടുകാരൻ ഭൗതിക വിദ്യാഭ്യാസ മേഖലയിൽ അന്ന് ലഭിക്കാവുന്ന പരമാവധി വിദ്യാഭ്യാസം നേടിയെടുക്കുകയും ബിരുദാനന്തര പഠനത്തിലൂടെ അദ്ദേഹത്തിന് നേടാവുന്നതിന്റെ ഉച്ചിയിൽ അദ്ദേഹം എത്തിച്ചേരുകയും ചെയ്തപ്പോ സ്വാഭാവികമായും 10ാം തരത്തോടെ മതപഠനം അവസാനിപ്പിക്കേണ്ടതാണ്. ആ മതപഠനം അവിടെ അവസാനിപ്പിക്കുന്നതിനു പകരം നിരന്തരമായി ഖാലിദ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പഠന തപസ്യ മരണം വരെ തുടർന്നു എന്നതാണ് ഖാലിദിന്റെ പ്രത്യേകത. എവിടുന്നാണ് അറിവ് കിട്ടുന്നത്? വിശ്വാസിയുടെ കളഞ്ഞുപോയ സ്വത്താണ് വിവരം, അറിവ് എന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതിനെ 100% ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കണം എനിക്ക് എന്ന ബോധ്യത്തോടുകൂടി ആരെ കണ്ടുമുട്ടിയാലും ഏതൊരവസരം കിട്ടിയാലും ഏതൊരാളെ പരിചയപ്പെട്ടാലും അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് എന്ത് പഠിക്കാൻ കഴിയുമെന്നതായിരുന്നു ഖാലിദ് തൃപ്തിയായും ചിന്തിച്ചുകൊണ്ടിരുന്നത്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ, ബഹുമാനപ്പെട്ട MA ഉസ്താദ് അല്ലാഹു ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ, കേരളക്കര ഈ നൂറ്റാണ്ടിൽ കണ്ട ഏറ്റവും നല്ല പ്രബോധിത നേതാക്കൾ, ആ പ്രബോധകന്മാർ ഖാലിദിനെ കുറിച്ച് പറഞ്ഞു വച്ചതിൽ ഏറ്റവും പ്രധാനമായും അടിവരയിട്ടു പറയുന്നത് എപ്പോൾ കണ്ടുമുട്ടുമ്പോഴും ഖാലിദിന് ചോദ്യങ്ങളായിരുന്നു. വളരെ കൃത്യമായ ലക്ഷ്യത്തോടുകൂടി, പഠന താല്പര്യത്തോടുകൂടി, അറിവിന്റെ കൊതിയോടുകൂടി നിരന്തരമായി കണ്ടുമുട്ടുമ്പോൾ ഏത് വലിയ പണ്ഡിതനോടും ഏത് ചെറിയ സാധാരണക്കാരനോടും എനിക്കെന്തു നേടിയെടുക്കാൻ കഴിയും, എന്തൊരറിവാണ് എനിക്ക് നേടിയെടുക്കാൻ അവസരമുണ്ടാവുക, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഖാലിദ്. ആ പഠനത്തിന്റെ പ്രതിഫലനം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഖാലിദിനെ കുറിച്ച് പറയുമ്പോ, ഖാലിദിനെ കുറിച്ച് ചിന്തിക്കുമ്പോ വാചാലമാകുന്ന മനസ്സുകളൊക്കെ എഴുതി വച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്. ഖാലിദിന്റെ ക്ലാസുകൾ വളരെ ഗഹനമായിരുന്നു. ആ ക്ലാസ് തികഞ്ഞ ഒരു പണ്ഡിതന്റെ ഭാഷയും ശൈലിയും ഉൾക്കൊള്ളുന്നതായിരുന്നു. ആ ക്ലാസുകളിൽ വലിയ വലിയ ഗഹനമായ വിഷയങ്ങളെയാണ് പരാമർശിച്ചിരുന്നത്. മരണം, മരണാനന്തര ലോകം,
ആത്മജ്ഞാനം, ആത്മീയ ലോകത്തിന്റെ വിശുദ്ധി തുടങ്ങിയ ആധ്യാത്മിക രംഗത്ത് വളരെ ഗഹനമായി പഠനവിധേയമാക്കേണ്ട വിഷയങ്ങളെ വളരെ ലാഘവത്തോടുകൂടി സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ പാകമാകുന്ന രൂപത്തിൽ അവതരിപ്പിക്കാൻ ഖാലിദിനു മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. ഖാലിദിന്റെ ഓരോ ക്ലാസുകളും വലിയ മാറ്റങ്ങളാണ് കേരളത്തിൽ ഉണ്ടാക്കിയത്. കാരണം ഖാലിദ് സംസാരിച്ചിരുന്നത് ഒരിക്കലും നാവ് കൊണ്ടായിരുന്നില്ല, ഹൃദയം കൊണ്ട് ഹൃദയത്തോട് സംസാരിക്കുന്ന ശൈലിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഖാലിദിനുണ്ടായിരുന്നത്. തീർച്ചയായും താൻ ഈ സംസാരിക്കുന്നത് ഈ ഇരിക്കുന്ന എന്റെ കൂട്ടുകാരുടെ മരണാനന്തര ലോകത്ത് വലിയ ഉപകാരപ്രദമായി വരണമെന്ന കൃത്യമായ ലക്ഷ്യം മാത്രമേ ഖാലിദിന്റെ പ്രഭാഷണങ്ങളിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഖാലിദിന്റെ ആ പ്രഭാഷണങ്ങൾ കേട്ട് ആയിരങ്ങളാണ് വിശുദ്ധ ഇസ്ലാമിന്റെ യാഥാർത്ഥ്യമാകുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലേക്ക് കടന്നു വന്നതെങ്കിൽ ഞാൻ അസൂയപ്പെടാറുണ്ട് പലപ്പോഴും. ഖാലിദിനെ പോലെ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച ആയിരങ്ങൾക്കിടയിൽ ഒരാളായി മാറാൻ ഭാഗ്യം ലഭിച്ചിട്ടും എനിക്ക് ഖാലിദിന്റെ 1000 മടങ്ങിൽ ഒന്നെങ്കിലും ചെയ്തു തീർക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ഖേദവും ബോധവും എനിക്ക് വരാറുണ്ട്. നിങ്ങൾക്കറിയുമോ, ഇന്നും ആ ഖബർ ഷരീഫിൽ കടന്ന് ഖാലിദ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖാലിദിൽ നിന്ന് പഠനം ഉൾക്കൊണ്ട്, ഖാലിദിനെ വായിച്ച്, ഖാലിദിനെ കേട്ടറിഞ്ഞ് ലോകത്തിന്റെ നാനാഭാഗത്തും ആളുകൾ ഇപ്പോഴും അഹ്ലുസുന്നയുടെ പാന്താവിലേക്ക് ഈ കൊടി പിടിക്കാൻ നമ്മോടൊപ്പം കടന്നു വരികയാണ്. 10,000-ങ്ങളെയാണ് ഖാലിദ് ആ ഖബറിൽ കിടന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തേ കാരണം? ഖാലിദ് എന്ന് പറയുന്നത് ആത്മാർത്ഥതയുടെ നിറമകുടമായിരുന്നു. ജീവിതത്തിലൊന്നും തനിക്ക് വേണ്ടിയോ മറ്റേതെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ചെയ്യാൻ ഖാലിദിന് അറിയുമായിരുന്നില്ല. ഖാലിദ് പഠിച്ചത്, ഖാലിദ് പഠിപ്പിച്ചത്, ഖാലിദ് പ്രവർത്തിച്ചത്, ഖാലിദ് പ്രചോദിപ്പിച്ചത് എല്ലാം മരണാനന്തര ലോകത്ത് എനിക്ക് ഉപകാരപ്പെടണം, മഹ്ശറയിൽ എനിക്ക് രക്ഷപ്പെടണം, അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കണമെന്ന ഒരൊറ്റ ആഗ്രഹമാണ് ഖാലിദിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ നാം കാണുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഖാലിദിന്റെ പ്രഭാഷണ വേദികളെ കുറിച്ച് പരാമർശിക്കുന്നിടത്ത് നമ്മൾ ചിന്തിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഇന്ന് പ്രസംഗിക്കാൻ വരുമ്പോ എനിക്ക് ഖാലിദിനെ കുറിച്ച് പറയുവാനുള്ള അവകാശമില്ലല്ലോ എന്ന ചിന്ത വല്ലാതെ എന്നെ പിറകോട്ട് വലിക്കുന്നുണ്ട്. ഈ പ്രസംഗം പോലും ഞാൻ എന്റെ ഖാലിദിനോട് ചെയ്യുന്ന അനാദരവാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. കാരണം എന്റെ ഖാലിദ് പ്രസംഗത്തിലേക്ക് കടന്നു വരാറുള്ളത് ഏതെങ്കിലും ഒരു പ്രത്യേകമായ സൗകര്യങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ടല്ല. ഒരു ചെറിയ ക്ഷണം ലഭിച്ചാൽ 15 പൈസയുടെ ഒരു കാർഡ് മതി ഖാലിദിന് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടാൻ. അങ്ങനെ ഇറങ്ങി പുറപ്പെടുന്ന സ്ഥലത്തേക്ക് പോകാൻ അവസരമില്ലെങ്കിൽ ഉള്ളേടത്ത് പോയി പ്രസംഗിക്കുക എന്നതാണ് ഖാലിദിന്റെ ശൈലി. കാരണം ഇന്നത്തെ രാത്രി എനിക്ക് വിലപ്പെട്ടതാണ്. ഈ രാത്രിയെക്കുറിച്ച് അള്ളാഹു എന്നോട് ചോദിക്കും. ആ ചോദ്യത്തിനു മറുപടി നൽകാൻ എനിക്ക് അവസരം ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ രാത്രി ഞാൻ എന്തു ചെയ്തു എന്ന ചോദ്യത്തിന്റെ മറുപടി കണ്ടെത്തേണ്ടത് സംഘാടകരല്ല, അവരുപയോഗപ്പെടുത്തരുന്ന എന്റെ വേദികളല്ല, മറിച്ച് ഞാനാണെന്നും എന്റെ ബാധ്യതയാണെന്നും എന്റെ ബാധ്യത പൂർത്തീകരിക്കുന്നതിന് എന്നെ സഹായിക്കുന്നവരാണ് സംഘാടകരെന്നുമാണ് ഖാലിദ് മനസ്സിലാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഖാലിദിന് സ്വീകരണങ്ങൾ ആവശ്യമായിരുന്നില്ല, സൗകര്യങ്ങൾ ആവശ്യമായിരുന്നില്ല. ഏതു വാഹനത്തിലും യാത്ര ചെയ്യുന്നതിന് ഖാലിദിന് വിമുഖതയുണ്ടായിരുന്നില്ല. ഏതു നട്ടപ്പാതിരിക്കും കിട്ടുന്ന വണ്ടിക്ക് തിരിച്ചു പോയിരുന്നതിന് ഖാലിദിന് വിഷമമുണ്ടായിരുന്നില്ല. എവിടെയും പോയി അന്തി ഉറങ്ങാൻ ഖാലിദിന് വിമ്മിഷ്ടമുണ്ടായിരുന്നില്ല. കാരണം ഖാലിദ് തന്റെ ദൗത്യം നിർവഹിക്കുക എന്നത് മാത്രമാണ് ഇത്തരം വേദികൾ കൊണ്ട് ലക്ഷ്യം വെച്ചത്. 100% ആത്മാർത്ഥമായിരുന്നു ആ പ്രഭാഷണം. ആളുകൾ ക്ഷണിക്കപ്പെടട്ടെ ക്ഷണിക്കപ്പെടാതിരിക്കട്ടെ, ഖാലിദിന് രണ്ടും ഒരുപോലെയായിരുന്നു. പലപ്പോഴും പ്രസംഗിക്കാനല്ല ഖാലിദ് പോകുന്നത്, കേൾവിക്കാരനായിട്ടാണ്. വലിയ വലിയ പണ്ഡിതന്മാരുടെ വേദികളിലേക്ക് ആ പ്രസംഗത്തിൽ നിന്ന് പഠിക്കണമെന്ന ലക്ഷ്യത്തോടെ കടന്നു വന്നിരുന്ന എന്റെ കൂട്ടുകാരൻ, ആ കൂട്ടുകാരന്റെ മുന്നിൽ അന്ന് ആ പ്രസംഗകൻ എത്തിയില്ലെങ്കിൽ അദ്ദേഹം എത്ര വലിയ പണ്ഡിതനാണെങ്കിലും പകരം ആ സ്റ്റേജിൽ കയറി ആ വിഷയം ഭംഗിയായി അവതരിപ്പിക്കുവാൻ
ചെയ്യുവാനുള്ള ആർജവം പ്രിയപ്പെട്ട ഖാലിദിനുണ്ടായിരുന്നു. വലിയ വലിയ ഗഹനമായ വിഷയങ്ങളെ വളരെ ലാഘവത്തോടെ അവതരിപ്പിക്കുവാനും സാധാരണക്കാരന്റെ മനസ്സിൽ കടന്നു വരുന്ന സകല സംശയങ്ങൾക്ക് മറുപടി കണ്ടെത്തുവാനും ഖാലിദിന്റെ പ്രഭാഷണങ്ങൾക്കാകുമായിരുന്നു. ഖാലിദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ പ്രബോധന മേഖലയിൽ നമ്മെ ചിന്തിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങൾ നമുക്ക് കാണാം. നമുക്ക് ഖാലിദിനെ ചൊക്ലിയിലേക്ക് മടങ്ങാം. ചൊക്ലിയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ഭാഗ്യവാന്മാരായ ഒരു മാതാപിതാക്കളുടെ മകനായിട്ടാണ് ഖാലിദ് ജനിക്കുന്നത്. ഞാൻ തീർച്ചയായും ചിന്തിക്കുന്നു, ആ ഉമ്മയും ബാപ്പയും എത്ര ഭാഗ്യം ലഭിച്ചവർ. എത്ര ജനലക്ഷങ്ങളാണ് ആ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, എത്ര ആളുകളാണ് അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്. ആ കുടുംബത്തെ സ്വന്തം കുടുംബത്തെക്കാളേറെ സ്നേഹിക്കുന്നവരാണ് ഈ രാജ്യത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ എന്നത് തന്നെ മാത്രം മതിയല്ലോ ആ കുടുംബം രക്ഷപ്പെടാൻ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പ്രിയപ്പെട്ട ഖാലിദ് ചെറുപ്രായത്തിൽ പഠനം ആരംഭിച്ച കാലഘട്ടം. ഒരു വെള്ളത്തുണിയും തലയിലൊരു ടവലിന്റെ കെട്ടും കെട്ടി അദ്ദേഹം ഹൈസ്കൂളിൽ നിന്ന് തിരിച്ചു പോരുമ്പോ വഴിയിൽ കണ്ടുമുട്ടുന്നവരെ മുഴുവൻ പരിചയപ്പെടും, എല്ലാവരെയും ചേർത്തു നിർത്തും, എല്ലാവരുമായി കമ്പനിയാകും. അതിലൊക്കെ ഖാലിദിനൊരു ലക്ഷ്യമുണ്ട്. തന്നെ പോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭൗതിക വിദ്യാർത്ഥിയെ കാണുമ്പോ ആ കുട്ടിയെ അള്ളാഹുവിന്റെ ദീനിലേക്ക്, ദീനി പ്രബോധനത്തിലേക്ക് കൊണ്ടുവരാൻ എന്തു വഴിയുണ്ട് എന്നത് മാത്രമായിരിക്കും ഖാലിദിന്റെ മുന്നിൽ. ആ ലക്ഷ്യം നേടാൻ ദിവസങ്ങളോളം